ഇപ്പോൾ യദുവിന് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും സമീപിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ യദു മറ്റേതെങ്കിലും ബസ്സിൽ അതായത് അദ്ദേഹം റോബിൻ ബസിന്റെ ഉടമ അദ്ദേഹത്തിനെ വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ എല്ലാം വിഷയം എന്ന് പറയുന്നത് അദ്ദേഹം ഏതെങ്കിലും ഒരു ബസ്സിലേക്ക് പോകുകയാണെങ്കിൽ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എപ്പോഴും കൈ കാണിച്ച് നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഓണർമാർക്ക് അത് ബുദ്ധിമുട്ടാണ്. കാരണം ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് നിശ്ചയത്തോടു കൂടി ഇറങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു നിലയിലായിരുന്നു യദുവിന്റെ ലൈഫ് എന്ന് പറയുന്നത്. CPM-നെ തൊട്ട് കഴിഞ്ഞാൽ, CPM-നെ ആക്രമിച്ചു കഴിഞ്ഞാൽ, CPM-നെ നാണക്കേട് ഉണ്ടാക്കി കഴിഞ്ഞാൽ CPM വെറുതെ ഇരിക്കത്തില്ല, കൃത്യമായിട്ട് പൂട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം. അപ്പോൾ കണ്ണൂരൊക്കെ എങ്ങനെയാണ് ഒരാളെ പൂട്ടണമെന്ന് CPM കരുതി കഴിഞ്ഞാൽ പൂട്ടുന്നത്, അവിടുന്ന് വീട് വിറ്റ് ഓടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ യദുവിനെ സംബന്ധിച്ച് ഒരു ബസ്സിൽ പോലും യാത്ര ചെയ്യാൻ കഴിയാത്ത, അല്ലെങ്കിൽ ബസ് പോലും ഓടിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്വിഗ്ഗി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്വിഗ്ഗി ഓടുമ്പോൾ അദ്ദേഹം പറഞ്ഞു ആര്യരാജേന്ദ്രൻ്റെ ഭാഗമൊക്കെ വരുന്നിടത്താണ് അദ്ദേഹം സ്വിഗ്ഗി ഓടുന്നത്. ഒരു കാരണവശാലും ആര്യയെ കാണരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന എന്നാണ് യദുവിൻ്റെ ആഗ്രഹം അദ്ദേഹം പറയുന്നത്.